കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ അന്തിമവാദം ഇന്ന് ആരംഭിക്കും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് വിചാരണ നടപടികൾ നടക്കുന്നത്. നടൻ ദിലീപ് അടക്കം 9 പേരാണ് പ്രതികൾ. വ്യക്തിവൈരാഗ്യം തീർക്കാൻ ദിലീപ് നൽകിയ കൊട്ടേഷൻ അനുസരിച്ച് പൾസർ സുനിയും സംഘവും നടിയെ തട്ടിക്കൊണ്ടുപോയി അപകീർത്തി ദൃശ്യങ്ങൾ പകർത്തിയെന്നാണ് കേസ്. 2017 ഫെബ്രുവരി 17 രാത്രിയായിരുന്നു സംഭവം. സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. സുധീഷ്, ഇന്ന് നടിയെ ആക്രമിച്ച കേസിൽ അന്തിമവാദം ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റ് വിശദാംശങ്ങളും കൂടി. ദേവിക, 2018 ഇതിന്റെ വിചാരണ ആരംഭിക്കുന്നത്. ഇപ്പോൾ അതിന്റെ അന്തിമ വാദത്തിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ 2 ആഴ്ച പ്രോസിക്യൂഷന്റെ വാദമാകും. അതിനുശേഷം പ്രതിഭാഗ അഭിഭാഷകന്റെ വാദവും നടക്കും. അതിനുശേഷം ജനുവരി പകുതിയോടുകൂടി വിധി പ്രസ്താവം ഉണ്ടാവും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ദിലീപ് അടക്കം 9 ദിലീപിനെതിരായ കേസ്, ഇതിന്റെ വിചാരണ നടക്കുന്ന വേളയിൽ ഇതിലെ ഏറ്റവും പ്രധാന തെളിവായ ഈ പീഡനം നടത്തുന്നതിന്റെ വേളയിൽ ഈ പീഡനം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് അത് നിയമവിരുദ്ധമായി പരിശോധിച്ചു എന്ന പരാതിയും നിലനിൽക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നീതി തേടി ഈ അതിജീവത ഇപ്പോൾ രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുകയാണ്. കാരണം ഇതിൽ ജുഡീഷ്യറി ഉൾപ്പെടെ ഇതിൽ വീഴ്ച വരുത്തി, പോലീസ് ഉദ്യോഗസ്ഥരടക്കം വീഴ്ച വരുത്തി ഇത് വകുപ്പ് തല നടപടി എടുത്ത് ഒതുക്കാനുള്ള നീക്കം നടക്കുന്നു. ഇതിൽ കൃത്യമായും ശിക്ഷിക്കപ്പെടണം എന്ന ഒരു ആവശ്യമാണ് നടി മുന്നോട്ട് വെക്കുന്നത്. അതിന്റെ കാര്യങ്ങളും സുപ്രീം കോടതി ഹൈക്കോടതിയെ സമീപിച്ചിട്ടും ഒരു നടപടി ഉണ്ടായില്ലെന്നുള്ള പരാതിയും നടിയുടെ നിലനിൽക്കുമ്പോഴാണ് ഈ കേസിന്റെ അന്തിമ വാദത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഇത് മറ്റു വൈരാഗ്യത്തിന് പ്രതികാരം വീട്ടുന്നതിന്റെ ഭാഗമായി ബലാത്സംഗം ചെയ്യുന്നതിന് വേണ്ടി കൊട്ടേഷൻ നൽകി എന്നതാണ് കേസ്. ആ കൊട്ടേഷൻ പ്രകാരമാണ് പൾസർ സുനി ബലാത്സംഗം നടത്തിയത് എന്നതാണ് കേസിൽ പറയുന്നത്. ഇതിന്റെ അന്തിമ വാദം പൂർത്തിയാക്കി ജനുവരി പകുതിയോടെ വിധി ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കാം. ശരി, കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ അന്തിമ വാദം ഇന്ന് ആരംഭിക്കും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് വിചാരണ നടപടികൾ നടക്കുന്നത്. നടൻ ദിലീപ് അടക്കം 9 പേരാണ് പ്രതികൾ.